ഡിസംബർ 3, 2003 ബാംഗ്ലൂർ നഗരം ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കാമുകന്റെ കൂടെ കാമുകി രാത്രി ബൈക്കിൽ ചുറ്റാൻ വേണ്ടി ഇറങ്ങി. കാമുകനും കാമുകിയും കൂടി പോയത് ബാംഗ്ലൂരിലെ എയർഡോമിനടുത്ത് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാനെത്തിയ കാമുകിയും കാമുകനും കൂടി ബൈക്കിൽ നിന്നിറങ്ങി എയർപോർട്ടിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബൈക്കിൽ പാഞ്ഞു വന്ന കുറച്ച് യുവാക്കൾ ആ യുവാവിനെ തലക്കടിച്ച് അവിടെ വീഴ്ത്തുകയാണ്. കേസ് അന്വേഷിച്ച പോലീസ് ആദ്യം കരുതിയത് ഇതൊരു മോഷണ ശ്രമമാണെന്നാണ്. കാരണം ഈ പെൺകുട്ടിയുടെ വളയും മാലയുമെല്ലാം ആ സാഹചര്യത്തിൽ കാണാതാവുന്നുണ്ട്. മാത്രമല്ല ഈ യുവാവിനെ മാത്രമാണ് ഉപദ്രവിക്കുന്നതും. ഈ യുവാവിനെ ഉപദ്രവിച്ചുകൊണ്ട് യുവതിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ മോഷണ ശ്രമം നടത്തിയത് എന്നാണ് പോലീസ് കരുതിയത്. എന്നാലും പോലീസ് കൺഫ്യൂസ് ആവുകയാണ്. ഇതിന് പിന്നിൽ അന്വേഷണം നടന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന വിവരം ലഭിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ലഭിച്ചാൽ എന്ന് കരുതി പോലീസ് ഇവരുടെ എൻഗേജ്മെന്റ് വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുകയാണ്. 2-3 തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട പോലീസിന് എന്തോ എവിടെ ഒരു പന്തികേടുള്ളതുപോലെ ഫീൽ ചെയ്യുകയാണ്. ആ എൻഗേജ്മെന്റ് വീഡിയോ ഒരിക്കൽ കൂടി പരിശോധിച്ച വിദഗ്ധനായ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു സംശയത്തിന്റെ പേരിൽ അന്വേഷിച്ചതിലൂടെ പോലീസ് കണ്ടെത്തിയത് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകമാണ്. ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ആരായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം ചെയ്തത്? ഘടികാരം നമുക്കൊന്ന് പിറകിലേക്ക് തിരിച്ചു നോക്കാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. 27 വയസ്സുള്ള ഗിരീഷ് എന്ന് പറയുന്ന യുവാവ് ഇന്റൽ എന്ന പ്രശസ്ത IT കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ബിരുദാനന്തര ബിരുദം IT മേഖലയിൽ നേടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വളരെ വിശിഷ്ടമായതാണ്. ഇദ്ദേഹത്തിന്റെ പാരന്റ്സ് പറയുന്നത് മാത്രമാണ് കേട്ട് ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് യാതൊരു ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ല. മോശപ്പെട്ട രീതിയിലുള്ള ഒരു സ്വഭാവവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തന്റെ ജോലിയെല്ലാം തീർത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, ശാന്തമായി മാതാപിതാക്കളോട് സംസാരിക്കുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. നേരം വെളുത്തു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ഇത് തന്നെ റിപ്പീറ്റഡ്ലി ചെയ്തു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് കല്യാണപ്രായമായ സമയത്ത് അദ്ദേഹത്തിന് ശുഭ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വീട്ടുകാരെ കല്യാണം ആലോചിക്കുന്നത്. ഈ പെൺകുട്ടി ഒരു ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഈ പെൺകുട്ടിക്കും പറയത്തക്ക രീതിയിലുള്ള ഒരു മോശം സ്വഭാവം ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് ഈ പെൺകുട്ടിയെയും ചെറുക്കനെയും എല്ലാം പരസ്പരം എല്ലാ രീതിയിലും അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ 2003 കാലഘട്ടത്തിൽ ഇവരുടെ വിവാഹ നിശ്ചയം നടത്താൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി ഇവരുടെ വിവാഹ നിശ്ചയം കഴിയുകയാണ്. എല്ലാ ആഘോഷങ്ങൾക്കും ഒടുവിൽ 2 വീട്ടുകാരും സന്തോഷത്തോടെ പിരിയുകയും ചെയ്യുന്നു. എന്നാൽ ഈ ആഘോഷത്തിന് ഏകദേശം 3 ദിവസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻഗേജ്മെന്റിന് ശേഷം 2 പേർക്കും ലൈസൻസ് കിട്ടിയ പോലെയായിരുന്നു പെരുമാറ്റം. എല്ലാ സ്ഥലത്തും ഒരുപോലെ എല്ലായിടത്തും കറങ്ങുന്നു. അതുപോലെ തന്നെ ലഞ്ച് കഴിക്കാൻ പോകുന്നു, അതുപോലെ ഡിന്നർ കഴിക്കാൻ പോകുന്നു. മാത്രമല്ല പാതിരാത്രി കഴിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുവരെ കാമുകനും കാമുകയും കൂടി നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കിടന്ന് കറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തി കാണുന്ന മാതാപിതാക്കൾക്കും സന്തോഷകരമായിരുന്നു. കാരണം തങ്ങളുടെ മക്കൾ സന്തോഷപൂർവ്വമാണ് വിവാഹത്തിന് സമ്മതിച്ചത് എന്നാണ് ആ മാതാപിതാക്കൾ തെറ്റിദ്ധരിച്ചു വെച്ചത്. എന്നാൽ 3 ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം മാറി മറിയുമെന്ന് ആ മാതാപിതാക്കളും ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി ശുഭ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ്, ചേട്ടാ നമുക്കിന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയാലോ? അങ്ങനെ ഗിരീഷ് എന്ന ചെറുപ്പക്കാരൻ ഇവരുടെ ആഗ്രഹത്തിന് സമ്മതം മൂടുകയാണ്. അങ്ങനെ 2 പേരും കൂടി പുറത്തേക്ക് പോവുകയാണ്. നല്ലൊരു ഹോട്ടലിൽ നന്നായി ഭക്ഷണം കഴിച്ച് അവർ അവിടെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് എടുത്ത് വീണ്ടും ചുറ്റാൻ തുടങ്ങി. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോയ സമയത്ത് ഈ പെൺകുട്ടി വീണ്ടും ഒരു ആഗ്രഹം ഗിരീഷിനോട് പറയുകയാണ്, ചേട്ടാ എനിക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് എയർപോർട്ട് സൈഡിലൂടെ ഒന്നുകൂടി പോയി നോക്കിയാലോ? അങ്ങനെ 2 പേരും കൂടി എയർപോർട്ട് റോഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയാണ്. 2 പേരും എയർപോർട്ട് റോഡിലെത്തി. അവിടെ ബൈക്ക് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ അത്യാധുനിക സെറ്റപ്പുകളും ഉണ്ടായിരുന്ന ഒരു എയർപോർട്ടായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റൺവേയിലേക്ക് പാസ് ചെയ്തു പോകുന്ന വിമാനങ്ങൾ കാണുക എന്ന് പറയുന്നത് വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്നും ദൂരെ മാറി, ഒരുപാട് അകലെ മാറിയിട്ടാണ് ഈ കാഴ്ച അവർക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായത്. 2 പേരും വിമാനങ്ങൾ ടേക്ക് ഓഫ് ആവുന്നതും ഡിപ്പാർച്ചർ ആവുന്നതുമെല്ലാം മനോഹരമായി സംസാരിച്ചുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി മറ്റൊരു കാര്യം കൂടി പറയാണ്. കോറമംഗല ഭാഗത്തുള്ള എയർപോർട്ട് റോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ കോറമംഗല ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ഭാവി ഭാര്യയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയ ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെയും കൂട്ടി നേരെ ബൈക്കിൽ കയറി കോറമംഗല ഭാഗത്തേക്ക് എയർപോർട്ട് റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 11:30 മണിയായി. അങ്ങനെ
ഇവർ രണ്ടുപേരും ആ എയർപോർട്ട് റോഡിലൂടെ പാസ് ചെയ്തു പോകുന്ന സമയത്ത് 2 ചെറുപ്പക്കാർ ബൈക്കിൽ ഇവരെ ചേസ് ചെയ്തു വന്നു. പെട്ടെന്ന് ഇവർക്ക് ഒരു പന്തികേടും തോന്നിയില്ല. മാത്രമല്ല, സാധാരണഗതിയിൽ തങ്ങൾ റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും വന്നു എന്ന് കരുതി അതൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്നാണ് ഇവർ ചിന്തിച്ചത്. എന്നാൽ കുറച്ചധികം ദൂരം ചെന്ന സമയത്ത് ഗിരീഷ് ബൈക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും നിന്നു. ഇപ്പോൾ ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ എയർപോർട്ടിലേക്കുള്ള കാഴ്ച വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടാവുകയാണ്. ഈ ബൈക്കിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരുടെ കയ്യിൽ ഒരു ദണ്ഡുവടി ഇവർക്ക് കാണാൻ പറ്റി. 2 പേരിൽ ഒരാൾ ഓടി വന്നുകൊണ്ട് ഗിരീഷിന്റെ തലയ്ക്ക് ശക്തമായി വടി കൊണ്ടടിക്കുകയാണ്. ഈ അടി കൊണ്ട ഉടനെ തന്നെ ഗിരീഷ് റോഡിലേക്ക് മറിഞ്ഞു വീണു. ഈ പെൺകുട്ടി നോക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ തലയിൽ നിന്നും ചോര ഇങ്ങനെ ചീറ്റി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഉടനെ അലറി വിളിച്ചു. ആരെങ്കിലും സഹായത്തിന് വന്നെങ്കിൽ എന്ന് കരുതിയിട്ടാണ് ഈ പെൺകുട്ടി ഉടനെ അലറി വിളിച്ചത്. കാരണം ഈ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയില്ല. മാത്രമല്ല, ബൈക്ക് ഓടിക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ആ വിജനമായ റോഡിൽ ഈ വീണ് കിടക്കുന്ന യുവാവിനെ ബാക്കിൽ വെച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാക്ടിക്കലി വേണമെങ്കിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ ഷാളുണ്ടെങ്കിൽ അത് കെട്ടിവെച്ച് നമുക്ക് പെട്ടെന്ന് എമർജൻസി ആണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അസ്വാഭാവികത ഉള്ളത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഭയന്ന് വിറച്ചത് കൊണ്ട് തന്നെ അവിടെ നിന്ന് കാറി കൂകി വിളിക്കാനേ ഈ പെൺകുട്ടിക്ക് കഴിയുമായിരുന്നുള്ളൂ. ഉടനെ തന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ അലറി വിളിച്ച സമയത്ത് പ്രായമായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ആ റോഡിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അവർ ഓടി വന്നുകൊണ്ട് ഈ പെൺകുട്ടിയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഈ പെൺകുട്ടി പറയുകയാണ്, ഇത് എന്റെ ഭാവി വരനാണ്. 2 ചെറുപ്പക്കാർ ബൈക്കിൽ വന്നുകൊണ്ട് ഇയാളെ ഇങ്ങനെ തലക്കടിച്ച് ഇവിടെ വീഴ്ത്തുകയാണ് ചെയ്തത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഉടനെ തന്നെ ഈ പ്രായമായ ദമ്പതികൾ ഈ യുവാവിനെ അവരുടെ വണ്ടിയിൽ കയറ്റി, കൂട്ടത്തിൽ ആ പെൺകുട്ടിയെയും കയറ്റി നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. നേരെ ഇയാളെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. എല്ലാ ട്രീറ്റ്മെന്റും ആരംഭിച്ചു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ യുവാവ് രാവിലെ ഏകദേശം 8:50 ആയതോടുകൂടി ഈ ഭൂമിയോട് വിട പറഞ്ഞു. മറ്റാരോ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്രൈം സീനിലേക്ക് പോലീസ് എത്തുകയാണ്. ഈ പെൺകുട്ടിയോട് ഇവർ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടി സ്വബോധത്തിലല്ലാത്തത് കൊണ്ട് തന്നെ പരസ്പര ബോധമില്ലാത്ത ചില കാര്യങ്ങളാണ് പോലീസിനോട് പറയുന്നത്. പിന്നീട് പോലീസ് നേരെ ഈ സംഭവം നടന്ന ക്രൈം സീനിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവിടെ ഒന്ന് വിശദമായി പരിശോധിക്കുന്നു. ഈ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചിരുന്ന ചില കാര്യങ്ങളാണ്, നിങ്ങളുടെ മേത്ത് നിന്നും എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടി പറയുകയാണ്, സാർ, എൻ്റെ കയ്യിലൊരു വളയുണ്ടായിരുന്നു, എൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. ഈ അക്രമ സംഘത്തിൽപ്പെട്ട ഒരാൾ ഇത് രണ്ടും തട്ടിപ്പറിച്ച് ഓടിയിട്ടുണ്ട്. ആ പെട്ടെന്നുണ്ടായ സംഭവത്തിൽ ആ ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അവിടെ നിന്ന് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇത്രയും കേട്ടപ്പോൾ തന്നെ പോലീസ് പറയുകയാണ്, ഇതൊരു പക്ഷേ മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാകാൻ സാധ്യതയുണ്ട്. എന്നാലും ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ആ ക്രൈം സീനിലേക്ക് പോലീസ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അരിച്ചു പെറുക്കുന്ന സമയത്ത് പോലീസിന് യാതൊരു തെളിവുകളും കിട്ടുന്നില്ല. കാരണം 2003 കാലഘട്ടം എന്ന് പറയുന്നത് ടെക്നോളജി അത്രത്തോളം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്. അന്ന് പഴയ ടെക്നോളജിയിലുള്ള ചില CCTVകളൊക്കെ നിലവിലുണ്ടെങ്കിലും എന്നാൽ ഇന്നത്തെ നിലവാരമുള്ള അത്രയും പിക്ചർ ക്വാളിറ്റിയുള്ള CCTVകളൊന്നും അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് തക്കതായ യാതൊരു തെളിവുകളും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാലും കൂട്ടത്തിൽ കേസ് അന്വേഷിച്ചിരുന്ന റാണയ്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ തോന്നിയ ചില അസ്വാഭാവികതകൾ ഈ കേസ് ഒന്ന് വിദഗ്ധമായി പഠിക്കാൻ തന്നെ അദ്ദേഹത്തിനെ തീരുമാനിപ്പിക്കുന്നതായിരുന്നു. ഇതേ തുടർന്ന് ഇവർ കണ്ടുമുട്ടിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ പോലീസുകാരൻ മനസ്സിലാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ എൻഗേജ്മെന്റ് കാസറ്റ് വീഡിയോയും അദ്ദേഹം ഒന്ന് വിശദമായി പരിശോധിച്ചു. ഇങ്ങനെ എൻഗേജ്മെന്റ് കാസറ്റ് റിപ്പീറ്റ് അടിച്ച് കണ്ട സമയത്ത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഈ പോലീസുകാർക്ക് ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ് പ്രകാരം ഒരു ക്രിമിനലിനെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് ചില അടയാളങ്ങളിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിയും. അതായത് ഒരു കൊലയാളിയുടെ പെരുമാറ്റം കണ്ടാൽ അയാൾ അത് ചെയ്തിട്ടുണ്ടോ എന്നത് മനസ്സിലാകും. ഒരു കള്ളന്റെ പെരുമാറ്റം കണ്ടാൽ അയാൾ അത് കട്ടെടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒരാൾ നുണ പറയുകയാണെങ്കിൽ അയാളുടെ കണ്ണിന്റെ ചലനവും കൈകളുടെ ചലനവും അനലൈസ് ചെയ്തുകൊണ്ട് അയാൾ നുണയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ പോലീസുകാരനും ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹം ഈ വീഡിയോ കാസറ്റ് റിപ്പീറ്റ് അടിച്ച് കണ്ട സമയത്ത് ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികമായ ചെയ്തികൾ കാണുകയാണ്. അന്ന് ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗിരീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ അടുത്ത് നിൽക്കുന്ന ശുഭ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് മറ്റെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്തും ഈ പെൺകുട്ടി മാത്രം വളരെ സങ്കടത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ അന്ന് എൻഗേജ്മെന്റ് ഡേ ആയിട്ട് പോലും ഈ പെൺകുട്ടിയുടെ മുഖത്ത് എന്തുകൊണ്ട് സങ്കടമുണ്ട് എന്നതിന്റെ പേരിലാണ് പോലീസിന് ഈ സംശയം തോന്നുന്നത്. പിന്നീട് ഇദ്ദേഹം 3, 4, 5 തവണ ഇതെങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടു. അതായത് അദ്ദേഹത്തിന് തോന്നിയ സംശയം കറക്റ്റ് ആണോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം റിപ്പീറ്റ് അടിച്ച് ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. റിപ്പീറ്റ് അടിച്ച് വീഡിയോ കണ്ട അദ്ദേഹത്തിന് ഉറപ്പാവുകയാണ് ഈ പെൺകുട്ടിക്ക് ഇതുമായി എന്തോ ഒരു ബന്ധമുണ്ട്. കാരണം എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു പന്തികേട് ഇതിന്റെ പിന്നിലുണ്ട്.
എന്നാൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ പോലീസ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണോ ഈ വിവാഹം നിശ്ചയം നടന്നതെന്ന് ആ പെൺകുട്ടിയുടെ പാരന്റ്സിനെ കണ്ട് ചോദിക്കുകയാണ് ആദ്യം ചെയ്തത്. പാരന്റ്സിനെ കണ്ട് പോലീസ് ചോദിക്കുകയാണ്, ഇത്തരത്തിൽ നിങ്ങളുടെ ഭാവി മരുമകൻ മരണപ്പെട്ടത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഈ കുട്ടികളുടെ എൻഗേജ്മെന്റ് വീഡിയോ കണ്ട സമയത്ത് ഞങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അതായത് വരനും അവരുടെ ബന്ധുക്കൾക്കും നിങ്ങൾക്കുമല്ല ഒരുപോലെ സന്തോഷമുണ്ട്, എന്നാൽ ഈ പെൺകുട്ടിക്ക് മാത്രം എന്തുകൊണ്ട് സന്തോഷമില്ല എന്നതാണ് ഞങ്ങളുടെ സംശയം. പാരന്റ്സ് ഇത് കേട്ട ഉടനെ പറയുകയാണ്, സാർ, ആ പെൺകുട്ടി 3ാം വർഷ ലോ കോളേജ് വിദ്യാർത്ഥിയാണ്. ആ ചെറുപ്പക്കാരനാണെങ്കിൽ സൽസ്വഭാവമുള്ള ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുമാണ്. അയാൾക്ക് പറയത്തക്ക രീതിയിലുള്ള യാതൊരു ദുസ്വഭാവവുമില്ല. മാത്രമല്ല നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയും. എന്തുകൊണ്ടും ഈ ബന്ധം വളരെ ആപ്റ്റ് ആയതുകൊണ്ടും അനിവാര്യമായതുകൊണ്ടുമാണ് ഞങ്ങൾ ഇത് തെരഞ്ഞെടുത്തത്. ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ബന്ധം തെരഞ്ഞെടുത്തതും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെയല്ല ഞങ്ങൾ ഈ വിവാഹം നിശ്ചയം നടത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടി വിഷാദപരമായി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെയില്ല. ഇത്രയും കേട്ട പോലീസിന് എന്തോ ഒരു പന്തികേട് വീണ്ടും ആ പെൺകുട്ടിയുടെ നേരിൽ തോന്നുകയാണ്. കാരണം പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും ഈ പെൺകുട്ടിയുടെ 100% സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത് എന്ന കാര്യം ഇവിടെ ബോധ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഫാൾട്ട് ഉണ്ടായിരിക്കുക ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണെന്ന് ആ പോലീസുകാർ കണക്കുകൂട്ടുന്നു. ഇത്തരമൊരു സംശയം പോലീസിന് തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് മറ്റാരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ഈ ചെറുപ്പക്കാരന്റെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ് ഈ പെൺകുട്ടിയുടെ മട്ടും ഭാവവും എല്ലാം കണ്ടാൽ. ഇതിൽ നിന്നുമാണ് ആ പോലീസിന് ഒരു ചെറിയ സംശയം ഉടലെടുത്തതും. സംശയം തോന്നിയ പോലീസ് വീണ്ടും ശുഭയെ ലക്ഷ്യമാക്കി അന്വേഷണം ആരംഭിച്ചു. ശുഭയുടെ ഫോൺ പരിശോധിക്കുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ ഒരു പെൺകുട്ടിയുടെ പ്രൈവസി മാനിച്ച് ഫോൺ പരിശോധിക്കുന്നതിന് വനിതാ പോലീസും ഒപ്പം തന്നെ കോർട്ട് ഓർഡറും ആവശ്യമാണ്. ഇത് രണ്ടും സംഘടിപ്പിച്ചുകൊണ്ട് ശുഭയുടെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു. അങ്ങനെ ശുഭയുടെ ഫോൺ പരിശോധിക്കുന്നു. സൈബർ സെൽ വിദഗ്ധരുടെ അനുമതിയോടുകൂടി ഇങ്ങനെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അങ്ങനെ കാര്യമായിട്ട് ആരെയും വിളിച്ചതായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ ഈ കൊലപാതകം നടന്ന അതേ ദിവസം 73 തവണ അരുൺ വർമ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പഠിക്കുന്ന അതേ കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് വിളിച്ചതായിട്ട് പോലീസ് കണ്ടു. ഈ അരുൺ വർമ്മ ആരാണ് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് പോലീസിന്റെ അടുത്ത അന്വേഷണം നടന്നത്. ഇത്തരത്തിൽ 73 തവണ ഈ ചെറുപ്പക്കാരനെ എന്തിനാണ് വിളിച്ചത് എന്ന് പെൺകുട്ടിയോട് ഈ പോലീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അരുൺ വർമ്മയെ കണ്ടെത്തി അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുന്നേ തന്നെ അരുൺ വർമ്മ പോലീസിന് ഒരു ക്ലൂ ഇട്ട് കൊടുക്കുകയാണ്. സാർ, എനിക്ക് ഗിരീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറിയില്ല. ഈ കൊലപാതകം നടന്ന ദിവസം ഞാൻ ഈ സിറ്റിയിൽ തന്നെ ഇല്ലായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാനാണ് കള്ളൻ എന്ന് പോലീസിനോട് വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു മൂവ് ആയിരുന്നു അത്. പോലീസുകാരല്ലേ, അവർക്ക് ഇതിനുള്ള ട്രെയിനിങ് എല്ലാം കിട്ടിയതാണല്ലോ. തന്ത്രപൂർവ്വം ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇയാളെ തന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള അടുത്ത മൂവ്മെന്റ് പോലീസ് കാഴ്ചവെച്ചു. പോലീസുകാർ ഇയാളോട് പറയുകയാണ്, ശരി, നിങ്ങൾ പോയിക്കോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർ പറഞ്ഞു വിടുകയാണ്. എന്നാൽ പോലീസിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരന്റെ ഫോൺ ടാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സൈബർ സെല്ലിനോട് ഈ ചെറുപ്പക്കാരന്റെ ഫോൺ ടാപ്പ് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ നേരെ വിളിച്ചത് ശുഭ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോണിലേക്കായിരുന്നു. ശുഭയെ വിളിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ശുഭേ, എന്നെ ഈ പോലീസുകാർക്ക് സംശയമൊന്നുമില്ല കേട്ടോ, ഇവർ എന്നെ വിട്ടയച്ചു. ഇത് കേട്ട് മറുപുറത്ത് നിന്നും ശുഭ, ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ, അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലേ എന്നുള്ള രീതിയിൽ മൂളി. എന്നാൽ അടുത്ത ശുഭയുടെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ട്വിസ്റ്റുള്ളതായിരുന്നു. ശുഭ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവരോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഒരൊറ്റ ഫോൺ സംഭാഷണം ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ്. മറ്റാരും എളുപ്പത്തിൽ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ ഈ ക്രൂര കൊലപാതകം പോലീസ് വളരെ എളുപ്പം തെളിയിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ പറയാം. സത്യത്തിൽ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. അരുൺ വർമ്മ എന്ന് പറയുന്ന ഈ ലോ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് ശുഭ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വളരെ നാളായി അടുപ്പത്തിലായിരുന്നു. ഇത് പാരന്റ്സിനും അറിയാമായിരുന്നു. എന്നാൽ ഇയാളുമായുള്ള അടുപ്പത്തിൽ പാരന്റ്സിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗിരീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുമായി കല്യാണം കഴിപ്പിക്കാൻ പാരന്റ്സ് തീരുമാനിക്കുകയാണ്. ആദ്യമൊക്കെ ഈ പെൺകുട്ടി എതിർത്ത് നിന്നെങ്കിലും പിന്നീട് ഈ പെൺകുട്ടിക്ക് പാരന്റ്സിനെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ലോ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് നിയമമെല്ലാം അറിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതേ തുടർന്ന് കാമുകനും കാമുകിയും കാമുകന്റെ സുഹൃത്തും ചേർന്നുകൊണ്ട് ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കുകയാണ്. അങ്ങനെ വാടക കൊലയാളിയും ഇവരും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചെറുപ്പക്കാരനെ അന്ന് രാത്രി ഡിന്നറിന് കൊണ്ടുപോകുന്നതും അതിനെ തുടർന്ന് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞ് ഈ എയർപോർട്ട് റോഡിലേക്കും കൊണ്ടുപോയത്. ഈ എയർപോർട്ട് റോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കടന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ടിലേക്ക് ഈ ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടികൾ കൊണ്ടുപോയതും. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഇവരുടെ പ്ലാൻ പ്രകാരമാണ് ഈ വാടക കൊലയാളി ആ ചെറുപ്പക്കാരനെ തലക്കടിച്ച് വീഴ്ത്തുന്നതും പിറ്റേ ദിവസം രാവിലെ 5:30 ഈ ചെറുപ്പക്കാരൻ ആ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നതും. പിന്നീട് കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി അന്ന് എൻഗേജ്മെന്റ് ഡേയിൽ വന്ന ആളുകളെ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അക്കൂട്ടത്തിൽ തന്നെയാണ് ബ്യൂട്ടീഷ്യനെയും പോലീസ് ചോദ്യം ചെയ്തത്. അപ്പോഴാണ് ബ്യൂട്ടീഷ്യൻ ഒരു കാര്യം പോലീസിനോട് പറയുന്നത്. ഈ എൻഗേജ്മെന്റ് ഡേയിൽ ഈ പെൺകുട്ടി ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാവം പിടിച്ച ചെറുപ്പക്കാരനെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, വേണമെങ്കിൽ ഇയാളെ കൊലപ്പെടുത്താനും ഞാൻ തയ്യാറാണ്. ഇതാണ് പോലീസിന് ആ ബ്യൂട്ടീഷ്യനിൽ നിന്ന് കിട്ടിയ വിവരം. പിന്നീട് 2004 ജനുവരിയിൽ ഈ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവിധ തെളിവുകളും കളക്ട് ചെയ്ത് അടിമുടി ഇവരെ പൂട്ടുകയായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ടവർ ഡംപ് ഡാറ്റയും അതേപോലെ തന്നെ കോൾ ഹിസ്റ്ററിയും എല്ലാം പോലീസ് വളരെ കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ കർണാടക ക്രൈം ഹിസ്റ്ററിയിൽ ആദ്യമായി കോൾ റെക്കോർഡുകളും ടവർ ഡംപ് ലൊക്കേഷനുകളും കോൾ ഹിസ്റ്ററിയും എല്ലാം പ്രധാന തെളിവുകളായി സ്വീകരിച്ച ആദ്യത്തെ ക്രൈം ഹിസ്റ്ററി ആയിരുന്നു. ശുഭ എന്ന് പറയുന്ന പെൺകുട്ടി ഗിരീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഗുണ്ടകളുമായി അടിച്ചു കൊലപ്പെടുത്തിയ ഈ കേസ്. 2010 ശുഭയുൾപ്പെടെയുള്ള ഈ 4 കുറ്റവാളികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനെ കൊല്ലുന്നതിന് പകരം തന്റെ മാതാപിതാക്കളോട് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് തീർത്തും പറയാൻ കഴിയാത്ത ഒരു ധൈര്യമില്ലാത്ത പെൺകുട്ടിയുടെ ജീവിതമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതവും ആ കുടുംബത്തിന്റെ അത്താണിയുമാണ് ഇല്ലാതാക്കിയത്. ഇത്തരം ക്രൂര ചെയ്തികൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതവും ഇതിൽ കൂടെ നശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം ക്രൂര ചെയ്തികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക. ഈ ക്രൈം സ്റ്റോറിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.